തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, അസീസിയിലെ കൊച്ചുപൂക്കൾ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും സഹോദരന്മാരും നയിച്ച ജീവിതത്തെക്കുറിച്ചുള്ള കഥകളാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ ഒരിടത്ത് റോമിലെ സന്യാസ സമൂഹത്തിൻ്റെ ആ ഭവനത്തിൽ നിന്നും ഒത്തിരി മൈലുകൾ താണ്ടി അധ്വാനിച്ച് കൊണ്ട് ആ കിട്ടുന്ന പണം തൻ്റെ സന്യാസ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിച്ച ബ്രദർ ജൈൽസിൻ്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റോമിന് അകലെയുള്ള ഈ സ്ഥലത്ത് ഒരു വനത്തിൽ കയറി അവിടെ നിന്ന് വിറകുകൾ ശേഖരിച്ച് അത് വലിയ കെട്ടുകളാക്കി ചുമട് താങ്ങി നഗരത്തിൽ കൊണ്ടുവന്ന് അവിടെ ആളുകൾക്ക് വിറ്റുകൊണ്ട് കിട്ടുന്ന പണം സ്വീകരിച്ച് സന്യാസ ഭവനത്തിലേക്ക് വേണ്ട ആഹാര സാധനങ്ങൾ വാങ്ങുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ജോലിയും അധ്വാനവും ഒക്കെയായി ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ സഹോദരങ്ങളായിരുന്നു അവർ. അങ്ങനെ ഒരിക്കൽ ബ്രദർ ജൈൽസ് ഇങ്ങനെ ജോലിക്ക് പോയി കിട്ടിയ വിറകുമായി നഗരത്തിൽ വന്ന് അത് വിൽക്കാനായി നിൽക്കുകയാണ്. ആ സമയത്താണ് അതിലെ ഒരു സ്ത്രീ കടന്നു വന്നത്. ആ സ്ത്രീ ബ്രദർ ജൈൽസിനോട് ഈ വിറകിൻ്റെ വില ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഒരു വില ധാരണയായി. ആ നിശ്ചയിച്ച തുക കൊടുക്കാമെന്ന് ഏറ്റുകൊണ്ട് ആ സ്ത്രീ ബ്രദറിനോട് ഈ വിറക് കെട്ടുമായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ആ വിറക് കൊണ്ടുകൊടുത്തപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി ഇത് ഫ്രാൻസിസിൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ്. ഇത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന, കഷ്ടപ്പാടിൽ ജീവിച്ചിരുന്ന ആ സഹോദരന്മാരെ കുറിച്ച് അവിടെ എല്ലാവർക്കും മതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ നിശ്ചയിച്ച് ആ തുകയല്ല, അതിനപ്പുറത്ത് കുറച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കഷ്ടപ്പാടും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കറിയാം. അപ്പോൾ ബ്രദർ ജൈൽസ് പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് തുക കൂടുതലായി ആവശ്യമില്ല. എന്നോട് എത്രയാണോ പറഞ്ഞത് അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ലെറ്റ് നോട്ട് ദി ഈവിൾ ഓഫ് അവാരിസ് ഗെയിൻ മാസ്റ്ററി ഓവർ മൈ സ്പിരിറ്റ് ഓഫ് സിംപ്ലിസിറ്റി. ആർത്തിയുടെ തിന്മ എൻ്റെ ലാളിത്യത്തിൻ്റെ അരൂപിയെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ഒരല്പം പോലും തൻ്റെ അധ്വാനത്തിന് ഉപരിയായിട്ട് തനിക്ക് വേണ്ട എന്ന് കരുതിയ ഒരു ആത്മീയതയിൽ നിന്നാണ് ബ്രദർ ജെയിൽസ് സംസാരിച്ചത്. മിതം എന്ന വാക്ക് സുവിശേഷത്തിൻ്റെ പര്യായമാണ്. സുവിശേഷത്തിലുടനീളം മിതത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഭോഷനായ ധനികൻ തന്നെ ഒരു ഉദാഹരണമാണ്. തനിക്ക് വേണ്ടി മാത്രം സമ്പാദിച്ച് തൻ്റെ ആത്മാവിനെ മാത്രം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു നടുക്കത്തോടെ ദൈവം കടന്നു വരുന്നു. അവൻ്റെ ആത്മാവിനെ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തീർച്ചയായും മിതമായുള്ളത് മിതമായുള്ളപ്പോൾ മിതമായി മാത്രം ജീവിക്കാനും അമിതമായുള്ളതെല്ലാം ആപത്താണെന്നും സുവിശേഷം, മിതത്വത്തിൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.